ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും തേക്കിൻ്റെ കുരുന്നില. അതുപോലെ തന്നെ അത്താഴത്തിനൊക്കെ ബാക്കി വരുന്ന ചോറൊക്കെ വെച്ചിട്ട് വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ ചോറ് എത്രയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കുണ്ടൻ പാത്രത്തിൽ അളന്നെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിനാണ് അളക്കണമെന്നതിൻ്റെ അളക്കുക. അപ്പോൾ അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക. എന്തിനാ വെച്ചാൽ ഇതിലേക്കുള്ള വെള്ളം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു കുണ്ടൻ പാത്രത്തിൽ ചോറ് ഒരു മിക്സിയിൽ ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കുണ്ടൻ പാത്രത്തിൽ തന്നെ ഒരു കുണ്ടൻ പാത്രം വെള്ളം ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഏത് പാത്രത്തിലാണോ നിങ്ങൾ എടുക്കുന്നത് അതിന് ഭാഗം എന്നുള്ള രീതിയിലാണ് വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ഞാൻ ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മിക്സിയിൽ ജാറ് മൂർച്ചം കുറവോ അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു തരിതരി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. നമ്മുടെ ഈ ഒരു പലഹാരം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ, ചെറിയൊരു തരിയൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു ചോറൊന്ന് അരച്ചിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ലേശം ഒരു അരമുറിൻ്റെ താഴെ കണ്ട തേങ്ങ ചെറുകെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സവാള, ചെറിയൊരു സവാളയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സവാളയാണ് എടുക്കുന്നത്, തിരക്കിട്ട സമയമായതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒരു 3-4 തൊലിച്ചെടുക്കാനൊക്കെ കുറച്ച് സമയം വേണമെന്ന് വിചാരിച്ചിട്ട് സവാളയാണ് എടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലേശം നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ജീരകം മസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഒരു പലഹാരം നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അതൊരു 1/4 ടേബിൾ സ്പൂൺ മതി, ഒരുപാട് അങ്ങോട്ട് ആവണ്ട. പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം തീരെ ഇല്ല കേട്ടോ. ആ ഒരു ഉള്ളിയുടെ നനവും സവാള ഒന്ന് ചേർത്തുകൊണ്ട് തന്നെ ചെറുതാണെങ്കിലും അത് ഒന്നിങ്ങനെ അരിഞ്ഞ് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയിലും കുറച്ചൊരു നനവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് അത്യാവശ്യം വലിയൊരു പാത്രം നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു തേങ്ങ ചതച്ചതൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചോറൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനും കുഴക്കാനും ഒക്കെയുള്ള സൗകര്യം അനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കുക. അപ്പോൾ ഞാനിതാ ആ മിക്സിയുടെ ജാറിന്ന് കൈകൊണ്ടാണ് കേട്ടോ ഈ ഒരു ചോറ് വടിച്ചിട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൈകൊണ്ട് വടിച്ചെടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും പാരാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിന്ന് അതിങ്ങോട്ട് കിട്ടൂല. പിന്നെ നമ്മളൊരു സ്പൂൺ കൊണ്ടൊക്കെ കോരിയെടുത്താലും എങ്ങനെയായാലും ഒരു ബ്ലേഡിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ നല്ലോണം ഫിനിഷ് ആക്കി എടുത്തതാണ് കൈകൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു പലഹാരം നല്ലൊരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കുറച്ച് ചെറുതായിട്ടൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ കളർ ഉണ്ടെങ്കിൽ ചെയ്യുക, പക്ഷേ കളറിനേക്കാളൊക്കെ നല്ലത് എപ്പോഴും നമുക്ക് മഞ്ഞൾപ്പൊടിയാണ്. അത് നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഗുണം ചെയ്യുന്നൊരു സംഭവമാണല്ലോ മഞ്ഞൾ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കുഞ്ഞിക്കയിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 3 കുഞ്ഞിക്കയിലൊന്നും പോരട്ടോ, ഒരു 6 കയ്യിലെങ്കിലും വേണം. അതായത് നമുക്കൊരു 1.5 ഗ്ലാസ് അരിപ്പൊടിയോളം വേണ്ടി വരും. ഒരു 1.5 ഗ്ലാസ് ചോറെടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 2 ഗ്ലാസോളം അരിപ്പൊടി വേണം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ്. അപ്പോൾ അരിപ്പൊടി മാത്രം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്തെടുക്കരുത്. അപ്പോൾ എന്തൊരു ഹാർഡായിട്ടൊരു ടേസ്റ്റൊന്നും ഇല്ലാതെ ഒരു പ്രത്യേകം ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചോറൊക്കെ കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും ഒരുപാട് ചോറൊക്കെ ബാക്കിയാകുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നല്ലൊരു ചായൻ്റെ കടി കിട്ടുകയും ചെയ്യും. ആ ചോറൊക്കെ ഒന്ന് ചിലവായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ കടിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 ഇത് പോരെ, ഒരു 6 കയ്യിലെങ്കിലും പൊടി വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു 6 കയ്യിൽ പൊടി ആദ്യം ഒരു 3 കയ്യിലിട്ട് കൊടുത്ത്. അപ്പോൾ എന്തിനാ വെച്ചാൽ 2 പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച ഉടനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും ശരിക്കും അങ്ങോട്ട് കുക്കിങ്ങൊക്കെ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അളവ് കറക്റ്റായിട്ട് കാണിച്ചു തന്നതാണ്. അപ്പം വെള്ളം കൂടണ്ട എന്നുള്ള പേടിക്കാണ്. അപ്പം നമ്മൾ ഈ ചോറാവുമ്പോൾ ആദ്യം ഒരുപാട് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് ചിലപ്പോൾ ഹാർഡാവും. അതെല്ലാം കുറഞ്ഞിട്ട് കൊടുത്താൽ പിന്നെ ഇട്ട് കൊടുക്കാലോ എന്നുള്ള കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ലേശം പൊടി ഇട്ടിട്ട് കുഴക്കുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് കറക്റ്റാക്കി എടുക്കുക. അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒരളവും കാര്യമൊന്നും ഒരു ആവശ്യമില്ല, വെള്ളം മാത്രം നോക്കിയാൽ മതി.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു കൊയലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കൈകൊണ്ട് ഇങ്ങോട്ട് ഒന്നായിട്ട് അങ്ങോട്ട് പരത്തിയിട്ട് ഒറ്റ വട്ട് മുറിക്കലും എടുക്കലും അത്ര പണിയുള്ളൂ. അപ്പം ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ ലേശം എണ്ണൊക്കെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ടാവും. നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ടൊക്കെ എടുക്കല്ലേ, അപ്പം എങ്ങനെയായാലും ഒട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ലേശം വെളിച്ചെണ്ണ ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മാവുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇവിടെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ചിട്ട് മുറിച്ചെടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ നമ്മൾ സാധാരണ എന്തിൻ്റെയിലൊക്കെ മൂടി മല്ലിപ്പൊടിൻ്റെ മുളക് പൊടിൻ്റെ ഒക്കെ മൂടി എടുക്കുക. അപ്പോൾ ഞാൻ ആ മൂടി എടുത്തു. അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ വലിയതായിട്ട് തോന്നുക. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചറിയോ, ഈ ഒരു ഗ്ലാസ് ഇതിപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഗ്ലാസ്സുകൾ. ഇനിയിപ്പോൾ ഏത് ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ചിട്ടുള്ള ഗ്ലാസ്സോ ബൗളോ മൂടിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് എടുത്തിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് വേസ്റ്റ് ആവുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കിത് ഒരുപാട് കൊയലൊന്നും വെച്ച് പരത്താത്തതുകൊണ്ട് തന്നെ വേസ്റ്റ് ആണെന്ന് സിമ്പിളായിട്ട് വീണ്ടും ഒന്നും അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വീണ്ടും വീണ്ടും മുറിച്ച് എടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു പലഹാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സൈഡായിട്ട് ഒന്നും നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഉണ്ട് വിചാരിച്ചിട്ട് കഴിക്കൂല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കുകയാണെങ്കിൽ നല്ല സിമ്പിളല്ലേ. കുറച്ചൊരു കട്ടി വേണം കേട്ടോ ഇതിന്, ഒരു 1/2 ഇഞ്ചിൽ കട്ടിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കണമെന്നല്ല, പെട്ടെന്ന് തന്നെ കിട്ടുമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ കൊയലുമ പരത്താൻ അങ്ങനത്തെ പൊടി ഇട്ട് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കയ്യിൽ ലേശം എണ്ണ തൂവി കൊടുത്താൽ കൗണ്ടർ ടോപ്പിലും വെച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് പ്രസ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഒപ്പരം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എത്ര പെട്ടെന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ആ ഒരു ഇതുകൊണ്ടല്ലേ മൂടി കൊണ്ടല്ലേ മുറിച്ചത്, അതുകൊണ്ട് കുറച്ച് വലുതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ വലുപ്പത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് ചെയ്തോളി. ഈ ഒരു കട്ടി ഉണ്ടായിക്കോട്ടെ. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഇത് കഴിയും. നമ്മൾ വേറൊന്നും ചെയ്യണ പോലല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. പിന്നെ ഒന്നാമത് നമ്മൾ കൊയലും പൊടിയൊന്നും വെച്ചിട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മുറിച്ചെടുത്തിട്ടുള്ള വേസ്റ്റ് വീണ്ടും ചെയ്യുമ്പോൾ അത് നല്ല തിക്കായിട്ടും വീണ്ടും വെള്ളം കൂട്ടി കുഴക്കേണ്ട ഒക്കെ ആവശ്യം വരിക. ഇതാവുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല. ഇത് എത്ര വട്ടം നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കണത് എന്താ വെച്ചാൽ വലിയ പരന്നൊരു ചട്ടിയിലാണ്. എന്തിനാ വെച്ചാൽ ഒരുപാട് എണ്ണ ഒഴിക്കണ്ട, പിന്നെ നമുക്കിതിൽ എണ്ണ മുക്കി പൊരിക്കണ്ട, അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. മുക്കി പൊരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു ഓരോന്ന് ഇടുമ്പോൾ കണ്ടില്ലേ, ഇതിന് മുകൾക്ക് എണ്ണ എത്തുക പോലും ചെയ്യണില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഇത് ഈ പരന്ന് കിടക്കുമ്പോൾ ഇത് ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യമേ ലേശം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് എണ്ണ കുടിക്കണ യാതൊരു പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മൾ പൊടി വാട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് എണ്ണ കുടിക്കും. പക്ഷെ നമ്മൾ പൊടി വാട്ടിയിട്ടൊന്നും ഇല്ലല്ലോ, പച്ചപ്പൊടിയല്ലേ. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചോറും പിന്നെ നല്ല ടേസ്റ്റും ആണല്ലോ ചോറിൽ. ചോറ് വെക്കണ അരി കൊണ്ട് ഉണ്ടാക്കിയാലും ചോറൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴും ആ ഒരു പലഹാരത്തിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയാണ് കണ്ടല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മൾ തേക്കിൻ്റെ ഇല തേക്കിൻ കുരുന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. നമ്മളെ വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്, ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ആ ഒരു തേക്കിൻ കുരുന്ന് കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ വീടിൻ്റെ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു തേക്കിൻ്റെ കുരുന്ന് പറഞ്ഞാൽ മുകളിലുണ്ടാകുന്ന ആ ഒരു ചുവപ്പ് ഇലയാണ്. അപ്പോൾ ആ ഒരു ചുവപ്പ് ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഒരുപാട് ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം കൊണ്ടും പൈസ ചിലവാകുന്ന കാര്യം കൊണ്ടും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് തേക്കും കുരുന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ തേക്കും കുരുന്ന്. മനസ്സിലായില്ലേ, നമ്മളെ നാട്ടിലൊക്കെ ഇതിന് തേക്കും കുരുന്ന് എന്നാണ് പറയുക. ഇനി തളിരില എന്ന് വേണമെങ്കിൽ പറയാം, തൂമ്പല എന്നൊക്കെ പറയാം. മുമ്പൊക്കെ ഉള്ള കുറച്ച് പ്രായമായ ഉമ്മമാർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് അറിവൊക്കെ ഉണ്ടാവും. ഇത് നഞ്ഞ് ആവും എന്നൊക്കെ കേട്ടോ പറയില്ല. ചെറുപ്പത്തിലൊക്കെ നമ്മൾ തേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഉപ്പമാരൊക്കെ അത് കുഴിച്ചിട്ട് തേക്കും തൈ വലുതാക്കാൻ. പക്ഷെ നമ്മളിപ്പോൾ
നമ്മളെ കൈയൊക്കെ ഒന്ന് ചോക്കുന്ന കണ്ടാൽ അത് വരുന്ന തൂമ്പ് പിടിച്ചിട്ട് നുള്ളിയിട്ട് ഇതുപോലെ ചോപ്പിക്കണ പരിപാടിയൊക്കെ ഉണ്ടായി കേട്ടോ. അങ്ങനെയൊക്കെ പരിപാടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അതൊരു കേക്ക് അതൊക്കെ സംഭവം ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കേൾക്കണേന്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. അപ്പോൾ ഏതായാലും നല്ലൊരു സ്മെല്ലാട്ടോ. പക്ഷെ നമ്മൾ ഉമ്മമാർ ഇത് നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ തേക്കുമ്പോൾ അത് നഞ്ഞാണ്, വിഷമാണെന്നായിരിക്കും പറയണത്, എനിക്കറിയില്ല. നഞ്ഞാണെന്നൊക്കെ പറയും. അപ്പോൾ നഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളത് എടുക്കും. ഏതായാലും കേടാണ്, വിഷമാണെന്നായിരിക്കും. ഏതായാലും ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണമുള്ള ഒരു എണ്ണയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളാണ്, ഒരു പണിയില്ല. അപ്പോൾ ഏതായാലും ഇതാ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇലൊന്നും വേണ്ട. പക്ഷെ തേക്കിൻ്റെ തുഞ്ച ഇല എടുക്കണം. ഇപ്പം നിങ്ങൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയലക്കത്തെ വീട്ടിലോ നാട്ടിലോ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ 2 കുരുന്ന് ഇല എടുത്ത് വന്നിട്ട് ഇതൊന്ന് ഉണ്ടാക്കി വെച്ചാൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇല എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഒരു നാര് ഒക്കെ ഒഴിവാക്കുക. നാര് നല്ലോണം ഒഴിവാക്കേണ്ട, കട്ടിയുള്ള നാരൊക്കെ ഒഴിവാക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞി ഇല ഒരു 3 എണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ ഇലയാണ് മുകൾ ഭാഗത്തു നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒന്നൊക്കെ മതിയാവും. എന്നാൽ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു ചീനച്ചട്ടി, ഇതുപോലെ പഴയ ചീനച്ചട്ടിയൊക്കെ മതിയാവും. ആ ഒരു ചീനച്ചട്ടി അടുപ്പിലിട്ട് വെച്ചിട്ട് കുറച്ച് ഒരു ചെറിയൊരു അളവിലാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 50 ഗ്രാമോളം വെളിച്ചെണ്ണ എടുക്കേണ്ടത്. വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നല്ലോണം എണ്ണ തിളക്കാനായി വരുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം തീയൊക്കെ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ് തേക്കിൻ്റെ കുരുന്ന്, ഇതിനെക്കുറിച്ചുള്ള ഇത് എന്താണെന്ന് മനസ്സിലാത്തവർക്ക് ഇത് വെറുതെ ഒരു തമാശയായിട്ട് തോന്നിട്ടോ. ഇത് കൊണ്ടുള്ള ഉപയോഗം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്യാതിരിക്കൂല. കാരണം അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. മുമ്പുള്ള ആളുകൾക്കൊക്കെ അറിയാം. മുമ്പൊന്നും ഇതുപോലെ ഹോസ്പിറ്റലിൽ ഓടുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. ഹോസ്പിറ്റലിൽ ഓടുന്നത് മാത്രമല്ല മക്കളെ, ഇത് ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ തട്ടുമ്പോഴേക്കും ആ ഒരു ചൂട് ഈ ഇല തട്ടുമ്പോഴേക്കും നല്ലൊരു റെഡ് കളറായിട്ടാട്ടെ ഈ ഒരു എണ്ണ വരിക. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇതൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ കൈയൊക്കെ പൊള്ളിയപ്പോൾ എൻ്റെ അമ്മ ഇതുണ്ടാക്കി കയ്യിലിങ്ങനെ പുരട്ടി കൊടുത്ത്. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം എന്താ അറിയോ, നമ്മൾ കൈയൊക്കെ പൊള്ളിയാൽ കൈ പൊള്ളൽ വീണ് മുറിവറ്റലൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുന്നൊരു സംഭവമാണ് അല്ലേ. നമ്മൾ അടുപ്പത്തൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ വേഗം എണ്ണൊക്കെ തീളും. പ്രത്യേകിച്ച് എനിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചീനച്ചട്ടിമ്മ കൈയ്യട്ടുക, പത്തിരി കല്ലുമ്മ കൈയ്യട്ടുക, അതുപോലെ തന്നെ എപ്പോഴും പൊള്ളണ പരിപാടി ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ എണ്ണ തേളിയിട്ടൊക്കെ വലിയ പ്രശ്നമില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇപ്പോൾ അത്യാവശ്യം നല്ലോണം മൂത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിയൊക്കെ. അപ്പോൾ ഈ ഒരു ഇല നല്ലോണം നെരിഞ്ഞിട്ടുണ്ട് കേട്ടോ, കരിയാൻ നിൽക്കണ്ട. എന്നിട്ട് എന്താ ഇതുകൊണ്ടുള്ള ഗുണം, ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത്ര പണിയുള്ളൂ. പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് മൂടി വെക്കുക. ഇതിൻ്റെ ഇലൊന്നും നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ചൂടാറിയിട്ട് ഇലയോട് കൂടി എടുക്കുക. എന്നിട്ട് വല്ലപ്പോഴൊക്കെ തീ പൊള്ളിയാൽ മാത്രമല്ല, തീ പൊള്ളലേറ്റിട്ട് കലുണ്ടാവും. ഈ തീ പൊള്ളൽ നല്ലോണം തട്ടി അടിക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മുറിവ് അണിഞ്ഞാൽ പിന്നെ ഒരുമാതിരി കറുത്ത പുള്ളിക്കുത്തായിട്ടൊരു കലയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഈ ആളുകൾ പെൺകുട്ടികളൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ തീ പൊള്ളിയിട്ടൊക്കെ പിന്നെ കല്യാണം ഓർക്കാത്ത പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കലൊക്കെ തുടങ്ങി നീങ്ങി പോകട്ടോ. ഇത് ഞാൻ കാണിച്ചത് എൻ്റെ കയ്യിലുണ്ടൊരു കല. അതിൻ്റെ ശേഷം ഞാനിത് പരറ്റിയതിന് ശേഷമാണ് നല്ല ഉള്ളിക്ക് പൊള്ളീനി. എനിക്ക് ഉള്ളിക്ക് വലിയ ആഴത്തിൽ മുറിയായിട്ട് ഒലിച്ചൊലിച്ച് പിന്നെ നല്ല കല അങ്ങോട്ട് വന്ന്. അപ്പോൾ ഞാൻ തേച്ച് കുറേ ദിവസം തേച്ച് ഒരു 4-5 ദിവസം അങ്ങനെ സ്ഥിരമായിട്ട് തേച്ചപ്പോഴേക്കും അത് കലക്ക് നല്ല മങ്ങൽ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ പിന്നെ അത് മാത്രം കേട്ടോ, ഈ കരിമങ്ങലുള്ള ഒരുപാട് പേരുണ്ടല്ലേ. ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ മുഖത്ത് കരിമങ്ങൽ എല്ലാവർക്കും വരും, അധികം ആളുകൾക്കും വരും. അതൊക്കെ ഒരു ഹോർമോണിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കരിമങ്ങലുള്ളവർക്ക് പുരട്ടുക. അതുപോലെ തന്നെ നമുക്ക് മുഖക്കൊരു വന്നിട്ടുള്ള പാടുകളുള്ളവർക്ക് പുരട്ടുക. പിന്നെ വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, തീപ്പൊള്ളലേറ്റാൽ പിന്നെ ഇതിൻ്റെ മതിലേക്ക് കുറച്ച് മുടി കട്ട് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. ഇതുണ്ടാക്കുന്ന സമയത്ത് മുടി വെട്ടിയിട്ട മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നീരറുത്തുണ്ടല്ലേ.
അപ്പോൾ കുറച്ച് മുടി ഇട്ട് കൊടുക്കണത് നല്ലതായിരിക്കും. എന്നിട്ട് ആ മുടിയൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പൊള്ളൽ എങ്ങനെയെങ്കിലും പൊള്ളിയെന്ന് കണ്ട അന്നേരം തന്നെ കൈകൊണ്ട് പുരട്ടാതെ നമ്മൾ ബഡ്സ് ഉണ്ടാവുമല്ലോ ചെവിയിലൊക്കെ തോണ്ടണേ, ആ ബഡ്സ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബഡ്സ് ഇട്ടല്ല, തോണ്ടി വെച്ച ചെപ്പിയൊന്നും ഉള്ളതല്ല, ആ ഒരു ബഡ്സ് എടുത്തിട്ട് പുരട്ടുക, അതിൽ മുക്കിയിട്ട് പുരട്ടുക. നല്ലൊരു ചുവപ്പ് കളറാവട്ടെ കൈ എണ്ണ. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, ഇതുണ്ടാക്കി വെക്കുക. പിന്നെ മുറിവ് നമ്മൾ മീൻ മുറിക്കുക, തക്കാളി കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിന് എങ്ങനെയെങ്കിലുമൊക്കെ കത്തിയൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു എണ്ണ പുരട്ടാൻ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പൊള്ളലേറ്റാൽ കുറേ ദിവസം പുരട്ടിയാൽ പൊള്ളൽ മാറൽ മാത്രമല്ല കല അടക്കം മാറും കേട്ടോ. കരിമങ്ങലും പോവാനും എല്ലാത്തിനും നല്ലൊരു എണ്ണയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുണ്ടാക്കി വെക്കുക. പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യട്ടെ നിങ്ങൾ. നല്ലൊരു സ്മെല്ലാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആവശ്യം വരും. ഹോസ്പിറ്റലിൽ പോയി കുറേ പൈസ കൊടുക്കുന്നതിനൊക്കെയുള്ള നല്ല നാച്ചുറലായിട്ടുള്ള നമ്മളെ മുമ്പത്തെ കാലത്തുള്ള ഈ ഒരു ഇതൊക്കെയാണ്, മെഡിസിനൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെല്ലാവർക്കും. ഇനി അടുത്ത വീഡിയോ ഇട്ട് വരാം. അസ്സലാമു അലൈക്കും.